വഔദഅ്തുഹു എന്റെ മിസ്ബാഹ് എന്ന ശറഹിനെ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. വറായിബ നുക്കത്തിൻ അത്ഭുതകരമായ ഒരുപാട് പോയിന്റുകൾ അഥവാ മസ്അലകളെ ഈ ശറഹിനെ ഞാൻ വിശ്വസിച്ചേൽപ്പിച്ചു. അപ്പോൾ ഇസ്ബാഹ് എന്ന ശറഹിനെ ഒരു അമീനായ ഇൻസാനിനോട് തശ്ബീഹാക്കി, എന്നിട്ട് മുശബ്ബഹിനെ പറഞ്ഞു. മുശബ്ബഹിനുക്ക് ഔദഅ്തു എന്ന ഫീലിനെ സാബിത്താക്കി. അപ്പൊ ഇസ്തിആറത്ത് മക്കനിയത്തും ഇസ്തിആറത്ത് തഫീലിയത്തും ആ കലിമത്തിലുണ്ട്. വറായിബ നുക്കത്തിൻ അത്ഭുതകരമായ ഒരുപാട് മസ്അലകൾ ഞാൻ വിശ്വസിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, തൽഖീസുൽ മിഫ്താഹിന് ഒരുപാട് ശറഹുകൾ ഉണ്ടെങ്കിലും അതിലൊന്നും ഇല്ലാത്തതായ ഒരുപാട് അത്ഭുതകരമായ മസ്അലകളെ ഈ ശറഹിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നർത്ഥം. സമഹത്ത് ബിഹ ആ അത്ഭുതകരമായ പോയിന്റുകൾ, ആ മസ്അലകളെ വാരിക്കോരി കൊടുത്തിരിക്കുന്നു അല്ലല്ലാഹ് എന്റെ നളറുകൾ. അതായത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. അത് മറ്റൊരാളിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയതോ മറ്റുള്ളവരിൽ നിന്ന് റാഞ്ചിയെടുത്തതോ ഒന്നും അല്ല. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, ആ മസ്അലകളുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്, എന്റെ നളറുകൾ മാത്രമാണ്. സമഹത്തിന് അള്ളാറിലേക്ക് സിനാദ് ചെയ്തത് മജാസ് അഖിലിയാണ്. ഇനി അള്ളാറ് എന്നതിനെ ധർമ്മിഷ്ഠന്മാരായ ഒരു കൗമിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹിയെ പറയാതെ മുശബ്ബഹിനെ പറഞ്ഞു, മുശബ്ബഹ് ബിഹിന്റെ ലാസിമായ സമഹത്തിനെയും പറഞ്ഞിട്ട് അത് ഇസ്തിആറത്ത് മക്കനിയത്തും ഇസ്തിആറത്ത് തഖീലിയത്തും ആക്കാം. അപ്പൊ അവിടെ സമഹത്ത് ബിഹൽ അല്ലാഹു എന്നുള്ളത് ഒന്നിരിക്കൽ മജാസ് അഖ്ലി, അല്ലെങ്കിൽ ഇസ്തിആറത്ത് ബിൽ കിനായത്തും ഇസ്തിആറത്ത് തഖീലും. വവശഹത്തുഹു ഈ ശറഹിന്, ആ ഇസ്ബാഹ് എന്ന ശറഹിന് ഞാൻ അരഞ്ഞാണം കെട്ടിക്കൊടുത്തു, അരപ്പട്ട് കെട്ടി. അതിനെ ഭംഗിയാക്കി എന്നർത്ഥം. ആഭരണം കെട്ടിക്കൊടുക്കുമ്പോഴാണല്ലോ ഭംഗിയുണ്ടാകല്. ബില്ലത്വാഇഫി ഫിക്രി അഴകുള്ളതായ ആഭരണങ്ങളോട് തുല്യമായ ഖണ്ഡികകളെ കൊണ്ട് ആ ശറഹിനെ ഞാൻ ഭംഗിയാക്കി. സയ്യൻതുഹു അതായത് പിന്നെ ആഭരണം ധരിക്കുമ്പോൾ അതിനാൽ ലാസിമാണ് ഭംഗി. അപ്പൊ ഭംഗിയാക്കി എന്നർത്ഥം. സബക്കത്ത് ഹ ആ ലത്വാഇഫ് ഫിക്ർ ആ അത്ഭുത അഴകുള്ളതായ ഖണ്ഡികകളെ നിർമ്മിച്ചിട്ടുണ്ട്. യദുൽ അഫ്കാർ കൈകളോട് തുല്യമായതായ എന്റെ ചിന്തകൾ, എന്റെ ബുദ്ധികൾ. അപ്പൊ എന്റെ നളറും എന്റെ ഫിക്റും മാത്രമാണ് ഇതിന്റെ ഉടമസ്ഥൻ. അതായത് ഞാനാണ് ഈ ഷറഹിൽ ഇസ്ബാഹ് എന്ന ഷറഹിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. മറ്റൊരാളിൽ നിന്ന് നോക്കിപ്പഠിച്ചതോ കണ്ടുപഠിച്ചതോ കേട്ടുപഠിച്ചതോ അല്ല എന്നർത്ഥം. ഇങ്ങനെ ഇസ്ബാഹ് എന്ന ഷറഹുണ്ടാക്കി. ബില്ലത്വാഇഫി ഫിക്രി അവിടെ പിന്നെ ബില്ലത്വാഇഫ ഫിക്രി എന്നും വായിക്കാം. സിഫത്തിന് മൗസൂഫിലേക്ക് ഇളാഫത്താവുമ്പോൾ ബില്ലത്വാഇഫി ഫിക്രി. പിന്നെ ഇളാഫത്തിനെ ഒഴിവാക്കിയിട്ടെന്നും ചെയ്യാം ബില്ലത്വാഇഫ ചില അഴകുള്ള വസ്തുക്കളെ കൊണ്ട്, അതായത് ഫിക്രിൻ ഖണ്ഡികകളെ കൊണ്ട് ഫിക്റിനെ ബദലാക്കിയിട്ട് അങ്ങനെയും വായിക്കാം. അപ്പൊ ബില്ലത്വാഇഫി ഫിക്രിൻ ബില്ലത്വാഇഫ ഫിക്രി. ഇളാഫത്താവുമ്പോ ബില്ലത്വാഇഫി ഫിക്രി. ഇളാഫത്തില്ലെങ്കിൽ ബദലാകുമ്പോൾ ബദലും മുബദലും ആവുമ്പോൾ ബില്ലത്വാഇഫ ഫിക്രി. ثم رأيت الكثير من الفضلاء والجم الغفير من الأذكياء سألوني صرف الهمة نحو اختصاره
സുമ്മ റഅയ്തു, പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം റഅയ്തു, ഇവിടെ റഅയ്തുന് ഇൽമിയായ റഅയും വെക്കാം, ബസരിയായ റഅയും വെക്കാം. ഇൽമിയത്തായ റഅയാകുമ്പോൾ അപ്പൊ രണ്ട് മഫ്ഊല് വേണ്ടി വരും. സുമ്മ റഅയ്തു കേട്ടോ, രണ്ട് മഫ്ഊല് വേണം. കാരണം ഇൻസിബ് ബി ഫീലിൽ ഖൽബി ജുസ്ഐനി ബിത്തിദാ ഐനി റആ ലാ അലിംതു വജദാ. അപ്പൊ രണ്ട് മഫ്ഊല് ഞാൻ മനസ്സിലാക്കി എന്നർത്ഥം. കൽബിന്റെ ഫീലുകൾ, കൽബിന്റെ ഫീലാണ്, അതാണ് ഇൽമിയായ റഅ എന്ന് പറയുന്നത്. ബസരിയായ റഅ ആകുമ്പോൾ കണ്ടു എന്നർത്ഥം. അപ്പോ ഇൽമിയത്താകുമ്പോൾ രണ്ട് മഫൂല് വേണം. അതിന് രണ്ടാം മഫൂലിനെ സഅലൂനി എന്നത്, ചില നുസ്ഖയിൽ യസ്അലൂനനി എന്നാണ് ഉള്ളത്, ഇതിൽ സഅലൂനി എന്നാണ് ഉള്ളത്. അപ്പൊ സുമ്മ റഅയ്തു, പിന്നീട് ഞാൻ മനസ്സിലാക്കി, അൽ കസീറ മിനൽ ഫുദലാഇ, മാന്യന്മാരിൽ നിന്ന് വളരെ അധികം ആളുകളെ ഞാൻ മനസ്സിലാക്കി. ഫുദലാ വൽ ജമ്മൽ ഖഫീറ മിനൽ അദ്കിയായി, ബുദ്ധി ഉള്ളവരിൽ നിന്നും ഒരു അധികർച്ച സംഘത്തെയും സഅലൂനി, എന്നോട് ചോദിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി, എന്നോട് ആവശ്യപ്പെടുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അൽ കസീറ ഒന്നാമത്തെ മഫൂലും സഅലൂനി എന്ന ജുംല രണ്ടാം മഫൂലുമാകും. ചില നുസ്ഖയിൽ യസ്അലൂനനി എന്നാണുള്ളത്. മിനൽ ഫുദലാഇ എന്ന് പറഞ്ഞത് അത് ഫാദിലിന്റെ മാനാക്കുള്ള ഫദീലിന്റെ ജമ്മാണ്. അങ്ങനെ ഫഈൽ വസ്ന് കരീമിന്റെ ജമ്മ് ഖുറമാ വരും പോലെ ഷഹീദിന്റെ ജമ്മ് ശുഹദാ, വലി കരീമിൻ ഓ ബഖീലിൻ ഫുഅല കദാലി മാ ലാഹുമാ കദിജൂഇലാ. അതാണ്. അപ്പോ ഫാദിലിന്റെ മാനാക്കുള്ള ഫദീലിന്റെ ജമ്മാണ് ഫുദലാ. അപ്പൊ ഫദലുള്ള ആള്, ഫദല് പല നിലക്കും ആവാം. ബുദ്ധി ഉള്ളത് കൊണ്ട് ചിലർക്ക് ഫദലുണ്ടാവും, അല്ലെങ്കിൽ സലാഹിയത്തുള്ളത് കൊണ്ട്, ഇൽമുള്ളത് കൊണ്ട്, പലതുകൊണ്ടും ഫദലുണ്ടാവും. ഏതായാലും എല്ലാ ഫുദലായിൽ നിന്ന് ഒരുപാട് ആളുകളെ ഞാൻ മനസ്സിലാക്കി. വൽ ജമ്മൽ ഖഫീറ, ഒരു വലിയ സംഘത്തെയും. ഖഫീർ എന്ന് പറഞ്ഞാല് സാത്തിർ, ജനങ്ങളത് തിങ്ങിക്കൂടിയിട്ട് ഭൂമിയെ അങ്ങോട്ട് മറച്ചു കളഞ്ഞു. അത്രക്കും ബുദ്ധിയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ, ബുദ്ധി ഉള്ളവരിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തെയും ഞാൻ മനസ്സിലാക്കി. സഅലൂനി, അവർ എന്നോട് ചോദിക്കുന്നതായിട്ട്. വസഅലൂനി രണ്ടാം മഫൂലാവും. ഇനി റഅയ്തൂന് ബസരിയായ റഅന്റെ അർത്ഥം വെക്കുമ്പോൾ സുമ്മ റഅയ്തു, പിന്നെ ഞാൻ കണ്ടു, അൽ കസീറ മിനൽ ഫുദലായി, ഫുദലായിൽ നിന്ന് വളരെ അധികം ആളുകളെ, വൽ ജമ്മൽ ഖഫീറ മിനൽ അദ്കിയായി, അദ്കിയ ബുദ്ധിമാന്മാരിൽ നിന്നും ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. സഅലൂനി, അവര് തന്നെ എന്നോട് ചോദിക്കുന്നതായ നിലയിൽ. അപ്പൊ സഅലൂനി എന്നുള്ളത് ഹാലാവും. ഹാലാകുമ്പോൾ ജുംല ഹാലായിട്ട് വരുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ജുംല നഹ്വിന്റെ കിതാബിലൊക്കെ ഹാല് ജുംലയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജുംലയാകുന്നത് എന്തിനാണെന്നും ആ ജുംല തന്നെ ഇസ്മിയായ ജുംലയാകുന്നത് എന്തിനാണ്, ഫീലിയായ ജുംലയാകുന്നത് എന്തിനാണ്, ഫീലിയായ ജുംലയാകുമ്പോൾ മാളവിയത്താകുന്നത് എന്തിന്, അതുപോലെ തന്നെ മുലാരിയായ ജുംലയാവുന്നത് എന്തിനെന്നൊക്കെ മുഖ്തസറിൽ പിന്നീട് വരും. നെഹ്വിന്റെ കിതാബിൽ അത് ചർച്ചയില്ല. നെഹ്വിന്റെ കിതാബിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്, ജുംല ഹാലായിട്ട് വരുമ്പോൾ ലമീർ വേണം, അല്ലെങ്കിൽ വാവ് വേണം. ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വമൗദി അൽ ഹാലി തജീഉ ജുംല
കജാഅ സൈദുൻ വഹുവനാവിൻ റീഹിലാ. ഹാലിന്റെ മൗലിയിൽ ജുംല വരും. കജാഅ സൈദുൻ വഹുവനാവിൻ റീഹിലാ എന്ന് പറയും പോലെ ഇങ്ങനെ ജുംല വരുമ്പോൾ വദാതു ബദിഇൻ ബിമുനാരിഇൻ സബത്ത് ഹബത്ത് ലമീറൻ ഓമിനൽ വാവി ഖലത്ത്. വദാതു ബദിഇൻ ബിമുനാരിഇൻ സബത്ത്, വദാതു വാവിന്നല്ല, വദാതു ബദിഇൻ ബിമുനാരിഇൻ സബത്ത് ഹബത്ത് ലമീറൻ ഓമിനൽ വാവി ഖലത്ത്. മുസുബത്തായ മുലാരി കൊണ്ട് തുടങ്ങിയതായ ജുംലയാണെങ്കിൽ ലമീർ വേണം, വാവുണ്ടാകാൻ പാടില്ല. അപ്പൊ ചില നുസ്ഖകളിൽ യസ്അലൂനനി എന്നുണ്ട്, അപ്പൊ വാവില്ലല്ലോ. മുസുബത്തായ മുലാരി ആണെങ്കിൽ വാവുണ്ടാകാൻ പാടില്ല. അഥവാ വാവുണ്ടായാൽ ഒരു മുബ്തദാൻ അവിടെ സങ്കല്പിച്ചും കൊടുക്കണം. വദാതു വാവിൻ ബഅദ ഹൻവി മുബ്തദാ ലൗഹുൽ മുലാരി അജ്അലന്നാ മുസ്നദാ. അതാണ്. അപ്പോ വാവുടയ മുലാരി ആണെങ്കിൽ അതിനുശേഷം ഒരു മുബ്തദാനെ സങ്കല്പിക്കണം. അതേ സമയത്ത് മുസ്ബത്തായ മുലാരി അല്ലാത്ത ജുംലയാണ് എന്ന് ഹാലായിട്ട് വന്നതെങ്കിൽ ഇവിടെ സഅലൂനി എന്നുള്ള ലോകത്ത് പ്രകാരം മുസ്ബത്തായ മുലാരി അല്ല. വജുംലത്തുൽ ഹാലി സിവാ മാ ഖുദ്ദിമ ബിവാവിൻ ഔ ബിമുദ്മരിൻ ഔ ബിഹിമാ. മേൽപ്പറഞ്ഞ ജുംല അല്ലാത്തത്, മുസ്ബത്തായ മുലാരി അല്ലാത്ത ജുംല, അത് ഇസ്മിയ ജുംലയോ അല്ലെങ്കിൽ എന്താണ് മംഫിയായ മുലാരി ആയ ജുംലയോ അല്ലെങ്കിൽ മാലിയായ ജുംലയോ, അത് മുസ്ബത്തായാലും മംഫിയായാലും അവിടെ അവിടെ വാവും ഉണ്ടാവാം അല്ലെങ്കിൽ ലമീറും ഉണ്ടാകാം, രണ്ടും ഉണ്ടാകാം. ഇതാണ് നഹ്വിലെ ചർച്ച. ജുംല ഹാലായിട്ട് വരുമ്പോൾ വാവ് വേണോ വേണ്ടേ, ലമീർ വേണോ വേണ്ടേ, രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുമോ പറ്റുകയില്ലേ, ഇതൊക്കെ നഹ്വിൽ ചർച്ച ചെയ്യുന്നത്. അതേ സമയത്ത് ഹാല് ജുംലയായി വരുന്നത് എന്തിനാണെന്നും അത് മാലവീയത്തായ ജുംലയാകുന്നത് എന്തിന്, മുലാരിയായ ജുംലയാകുന്നത് എന്തിന്, ഇസ്മിയായ ജുംലയാകുന്നത് എന്തിന് എന്നുള്ള ചർച്ചകളെല്ലാം ഇൽമുൽ മആനിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പിന്നീട് വരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സുമ്മ റഅയ്തു, പിന്നെ ഞാൻ മനസ്സിലാക്കിയൽ കസീറ മിനൽ ഫുദലായി വൽ ജമ്മൽ ഖഫീറ മിനൽ അദ്കിയായി സഅലൂനി, എന്നോട് ചോദിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ ഇവരെ കണ്ടു, അവർ തന്നെ എന്നോട് ചോദിക്കുന്നതായ നിലയിൽ. എന്താ സർഫൽ ഹിമ്മത്തി, എന്റെ മനക്കരുത്തിനെ തിരിക്കലിനെ, നഹ്വഖ്തിസാരിഹി, ഈ ഇസ്ബാഹിനെ ഒന്ന് ചുരുക്കുന്ന ഭാഗത്തേക്ക് എന്റെ മനക്കരുത്തിനെ ഒന്ന് തിരിക്കലിനെ ഇവർ ആവശ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ ഇഖ്തിസാറിനൊരു മക്കാനിനോട് തശ്ബീഹാക്കിയിട്ട് ഭാഗം നഹ്വ് പറഞ്ഞു. അപ്പൊ ഇത് ഇസ്തിആറത്തും ബിൽ കിനായത്ത്, ഇസ്തിആറത്ത് തഹീലും. ഇനി വൽ ഇഖ്തിസാറ എന്നും വൽ ഇഖ്തിസാറ അലാ ബയാനി മആനീഹി. ആ മആനീഹിന്റെ ലമീർ തൽഖീസിലേക്കാണ്, അതിന് ശേഷം വരുന്ന അസ്താരിഹിന്റെ ലമീർ തൽഖീസിലേക്കാണെന്നാണ് ദസൂഖിൽ പറയുന്നത്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ആ തൽഖീസിന്റെ മഅനകളെ ബയാൻ ചെയ്യലിന്റെ മേൽ ഒന്ന് ചുരുക്കലിനെയും അവർ ആവശ്യപ്പെട്ടു. വകശ്ഫ അസ്താരിഹി, ആ തൽഖീസിൽ മിഫ്താഹിലുള്ള മനവാട്ടികളോട് ശബീഹത്തായ മസ്അലകളെ ഒന്ന് ഒന്ന് വെളിവാക്കിത്തരലിനെയും അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഇനി വല്യ ഇഖ്തിസാരി എന്ന് ഇഖ്തിസാരിയിലേക്ക്
ഇഖ്തിസാറിന്റെ ഭാഗത്തേക്കും. അപ്പോൾ ഇവിടെ ചുരുക്കം ഇസ്ബാഹിലുള്ള മുത്തവ്വലുള്ള കുറച്ച് അൽഫാലുകൾ അടക്കം ഒഴിവാക്കണം. അതിലുള്ള മഅനകളും അൽഫാലും മഅനകളും ഒഴിവാക്കുന്ന ചുരുക്കണം എന്നർത്ഥം. എന്നല്ലാതെ ഈജാസിന്റെ മഅനാക്കുള്ള ഇഖ്തിസാറല്ല ഇവിടെ മുറാദ്. ഇവിടെ ഇഖ്തിസാറും ഒന്ന് തന്നെയാണ്. ആ കിതാബ് ഒന്ന് ചെറുതാക്കി തരണം എന്നാണ് ഉദ്ദേശം. അലാ ബയാനി മആനിഹി, തൽഖീസിന്റെ മഅനകളുടെ അതിന്റെ ബയാനിന്റെ മേൽ വിവരണം ഒന്ന് ചുരുക്കലിനെയും അതിന്റെ വകശ്ഫ അസ്താരിഹി അല്ലെങ്കിൽ വകശ്ഫി അസ്താരിഹി, ആ തൽഖീസിലുള്ള മനവാട്ടികളോട് തുല്യമായതായ മഅനകൾ, ആദർശങ്ങൾ അത് ഒളിഞ്ഞിരിക്കുകയാണ്. ആ ആദർശങ്ങളെ ഒന്ന് വെളിവാക്കലിനെയും, അവിടെ എന്താണ് മഅനകളെ ഒരു മനവാട്ടികളോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹിനെ പറഞ്ഞില്ല. അതിന്റെ ലാസിമായ സിത്ർ അസ്താറിനെ പറഞ്ഞു. അപ്പൊ ഇസ്തിആർ തഖീലിയത്ത് വൽ ഇഖ്തിസാരി അലാ ബയാനി മആനിഹി, തൽഖീസിന്റെ മഅനകളുടെ വിവരണം ഒന്ന് ചുരുക്കുന്ന ഭാഗത്തേക്കും എന്റെ ഹിമ്മത്തിനെ തിരിക്കലിന് അവർ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടു. അതിന്റെ ഒളിഞ്ഞിരിക്കുന്ന മഅനകളെ നീക്കിത്തരലിനെയും ചോദിക്കുന്നതായിട്ട്, വകശ്ഫ അസ്താരിഹി, ആ തൽഖീസിന്റെ മറഞ്ഞിരിക്കുന്ന മഅനകളെ നീക്കിത്തരലിനെയും ചോദിക്കുന്നതായിട്ട് ഞാൻ അവരെ മനസ്സിലാക്കി, അവരെ ഞാൻ കണ്ടു. അതെന്താണ് അവര് അങ്ങനെ ആവശ്യപ്പെടാനുള്ള കാരണം? അത്ഭുതകരമായ ഒരുപാട് മസ്അലകൾ ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും, അഴകുള്ളതായ ഖണ്ഡികകൾ ഉണ്ടായിട്ടും എന്തിനാണ് അതിനെ ചുരുക്കേണ്ട ആവശ്യം? ലിമാ ഷാഹദൂ, അവര് കണ്ടറിഞ്ഞതിന് വേണ്ടി. ഇവിടെ യഹ്തമിലു ഇവിടെ യഖ്റഅ ബിത്തഖ്ഫീഫി, ലിമാ എന്ന് വായിക്കാം. അവര് കണ്ടറിഞ്ഞതിന് വേണ്ടി എന്നോട് ചോദിക്കുന്നതായിട്ട്. അപ്പൊ മാ മൗസൂലത്താക്കാം, മൗസൂല ഇസ്മിയെ, അല്ലെങ്കിൽ മൗസൂഫത്ത് നിക്കിറത്ത് മൗസൂഫത്താകാം. ഒരു ജുംലയെ അവിടെ മൗസൂലാകുമ്പോ സില വേണം, നിക്കിറാകുമ്പോ സിഫത്തും വേണം. അതൊക്കെ ഇൽമുൽ മആനിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മൗസൂലാനെയും സിലനെയും ഒക്കെ കൊണ്ടുവരുന്നത് എവിടെയാണ്, നിക്കിറനെ കൊണ്ടുവരേണ്ടത് എവിടെയാണ്, അതൊക്കെ ഓരോ ലക്ഷ്യങ്ങൾ ഉള്ളിടത്താണ് കൊണ്ടുവരിക. ഇവിടെ രണ്ടാളൊന്നാക്കാം. അപ്പോ പിന്നെ ഷാഹദു ആയത് മഹദൂഫാണ്, ലിമാ ഷാഹദൂഹു. അതിനെ സിലയിൽ നിന്ന് മൗസൂലയിലേക്കുള്ള ലമീറിനെ കളയാമല്ലോ. വൽഹദുഫു ഇൻദഹും കസീറുൻ മുൻജലി, ആ ഇതിനെ കളിയൽ അവരുടെ അടുക്കൽ ധാരാളം അങ്ങനെ നടപ്പുണ്ട്. ഫി ആയിദിൻ മുത്തസിലിൻ ഇൻതസബ് ബിഫീലി ലവസിഫിൻ കമൻ നർജു യഹബ്, കമൻ നർജുഹു യഹബ്. സിലയിൽ നിന്ന് മൗസൂലയിലേക്കുള്ള ലമീറിനെ കളഞ്ഞു. ലിമാ ഷാഹദു, അവർ കണ്ടറിഞ്ഞതിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്. എന്താണ് അവർ മനസ്സിലാക്കിയത്? മിന്നന്നൽ മുഹസ്സിലീന ഖദ് തകാസറത് ഹിമമുഹും അനിസ്തിത്ലാഇ തവാലി അൻവാരിഹി. അപ്പോ ലിമാ ഷാഹദു, അവര് കണ്ടറിഞ്ഞതിന് വേണ്ടി. അതായത് ഐനുൽ യഖീൻ പോലെയുള്ള ഇൽമുൽ യഖീൻ അവർക്കുണ്ട്. ഐനുൽ യഖീൻ പോലെയുള്ള ഇൽമുൽ യഖീൻ എന്താ അവര് കണ്ടത്? മിൻ അന്നൽ മുഹസ്സിലീന, തഹ്സീലിനെ ഉദ്ദേശിക്കുന്നവർ, അതാണ് അൽ മുരീദീന ലിത്തഹ്സീൽ, തഹ്സീലാക്കിയവരല്ല.
ഇസ്ബാഹിനെ ഹാസിലാക്കി കഴിഞ്ഞവര് പിന്നെ അതിനെ ചുരുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കാണാതെ പഠിച്ചു കഴിഞ്ഞവർക്ക് ഇനി അതിനെ ഒന്ന് ചുരുക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇസ്ബാഹിനെ ഹാസിലാക്കി കഴിഞ്ഞവരല്ല, ഇസ്ബാഹ് എന്ന ഷറഹിനെ ഹാസിലാക്കാൻ ഉദ്ദേശിച്ചവര്, അതല്ലെങ്കിൽ എന്താണ് മറ്റുള്ള കിതാബുകളെ ഹാസിലാക്കിയവര്, അവർക്കൊന്നും ഈ കിതാബിനെ ഹാസിലാക്കാൻ കഴിയുന്നില്ല. മിന്നൽ മുഹസ്സിലീന, ഇസ്ബാഹ് എന്ന ഷറഹിനെ ഹാസിലാക്കാൻ ഉദ്ദേശിച്ചവര്, അതിനെ പഠിക്കാൻ ഉദ്ദേശിച്ചവര്, കത് തക്കാസറത്ത് ഹിമമുഹും, അവരുടെ മനക്കരുത്തുകൾ എന്തായി ചുരുങ്ങിപ്പോയി, ചെറുതായിപ്പോയി. അനിഷ്ടിത്തുലായി തവാലി അൻവാരിഹി, ഇസ്ബാഹിന്റെ പുഷ്പങ്ങളോട് തുല്യമായ മഅനകളെ, വ്യക്തമായ മഅനകളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തെ തൊട്ട് തന്നെ അവരുടെ ഹിമ്മത്തുകൾ ചുരുങ്ങിപ്പോയി. ഇസ്തിത്ലാകുന്നത് മനസ്സിലാക്കാൻ അന്വേഷിക്കുക, അതാണ്. അല്ലെങ്കിൽ ശീലും താവും സാഹിത്യമാക്കണം മനസ്സിലാക്കലിനെ തൊട്ട്. അപ്പോൾ ഇസ്ബാഹ് എന്ന ഷറഹിലുള്ള പുഷ്പങ്ങളോട് തുല്യമായതായ വ്യക്തമായ വായനകളെ, ലാഹിറായ മായനകളെ, ലാഹിറായ മായനകൾ എന്ന് പറഞ്ഞാൽ ഷാരിഹിന്റെ അടുക്കൽ ലാഹിറായ മായനകൾ, അല്ലെങ്കിൽ നഫ്സുൽ അംറി ലാഹിറായ മായനകൾ. ഇവർക്കെന്തല്ല, ഈ മുഹസ്സിലീങ്ങൾക്കത് ലാഹിറല്ല. ലാഹിറാണെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവൂലേ. ഷാരിഹിന്റെ അടുക്കൽ ലാഹിർ, അതല്ലെങ്കിൽ നഫ്സുൽ അംറിൽ ലാഹിർ. ആ ഇസ്ബാഹിന്റെ പുഷ്പങ്ങളോട് തുല്യമായതായ വ്യക്തമായ മായനകളെ മനസ്സിലാക്കാനുള്ള അന്വേഷണത്തെ തൊട്ട് തന്നെ അവരുടെ ഹിമ്മത്തുകൾ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ മനസ്സിലാക്കലിനെ തൊട്ട് ചെറുതായിപ്പോയി എന്നാണ്. അപ്പോൾ അൻവാർ ഇവിടെ എന്തുണ്ട്, والإضافة في طوالئ أنواره بالإضافة الصفة للموصوف أنواره الطالئة بمعنى الظاهرة. അൻവാർ കൊണ്ടുള്ള ഉദ്ദേശം അശ്ശറഹു ബി അൻവാരി ശറഹി മആനിഹി. അപ്പോ ഇസ്തആറ ലഹ ലഫ്ളുൽ അൻവാർ, മഅനകൾക്ക് അൻവാർ എന്ന ലഫ്ളിനെ വായ്പ വാങ്ങിയത് ഇസ്തിആറത്ത് മുസറഹത്താണ്. മഅനകൾക്ക് അൻവാർ, പുഷ്പങ്ങൾ അല്ലെങ്കിൽ പൂമൊട്ടുകൾ എന്നൊക്കെ വെക്കുക അവിടെ. ആ ഷറഹിന്റെ വ്യക്തമായ പൂമൊട്ടുകൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ. അപ്പൊ പുഷ്പങ്ങളോട് തശ്ബീഹാക്കിയതാണ് ഇസ്ബാഹിന്റെ മഅനകൾ. ഇസ്ബാഹിലുണ്ട് അൽഫാദിന്റെ മഅനകളെ തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹ് ബിഹി പറഞ്ഞു, അതാണ് ഇസ്തിആറത്ത് മുസറഹ. പിന്നെ തവാലി എന്നുള്ളത് മുശബ്ബഹ് ബിഹിക്ക് മുലായിമയിൽപ്പെട്ടതാണ്, അത് തെർശീഹും. ഇനി എന്തും ചെയ്യാൻ പറ്റൂടെ. തവാലി എന്നുള്ളത് മഅനകൾക്ക് ഇസ്തിആറത്ത് ചെയ്തു, അൻവാറിനെ അൽഫാദിനുക്കും. അപ്പോ മദ്ലൂലിനെ ദാലിലേക്ക് ഇളാഫത്തായി. തവാലി കൊണ്ടുള്ള ഉദ്ദേശം മഅനകൾ, അൻവാർ കൊണ്ടുള്ള ഉദ്ദേശം ലഫ്ളുകൾ. അപ്പൊ ഇസ്ബാഹിന്റെ പൂമൊട്ടുകളോട് തുല്യമായ അൽഫാലുകളുടെ വ്യക്തമായ മഅനകളെ മനസ്സിലാക്കലിനെ തൊട്ട് എന്ന അർത്ഥാവും. തവാലി കൊണ്ടുള്ള മുറാദ് മആനിയും അൻവാർ കൊണ്ടുള്ള മുറാദ് അൽഫാലു ആവുമ്പോൾ എങ്ങനെയാവും അർത്ഥം? അനിസ്തിത്ലായി തവാലി അൻവാരിഹി, ഇസ്ബാഹിന്റെ പൂമൊട്ടുകളോട് തുല്യമായതായ അൽഫാദിന്റെ വ്യക്തമായ മഅനകളെ മനസ്സിലാക്കാനുള്ള അന്വേഷണത്തെ തൊട്ട് തന്നെ അവരുടെ ഹിമ്മത്തുകൾ ചെറുതായിപ്പോയി, അല്ലെങ്കിൽ മനസ്സിലാക്കലിനെ തൊട്ട് ചെറുതായിപ്പോയി എന്നാവും. അല്ലാഹ്. വഖ്തഖഅദത് അസായിമുഹും, അത് അസായിമും ഹിമമൊക്കെ ഏകദേശം ഒന്ന് തന്നെ. അവരുടെ മനക്കരുത്തുകൾ, അവരുടെ ഹിമ്മത്തുകൾ
ഇരുന്നു പോയിട്ടുണ്ട്. അവരുടെ ഹിമ്മത്തുകൾ ഇരുന്നു പോയിട്ടുണ്ട്. അനിസ്തിത്ലായി തവാലി അനിക്തിശാഫി ഖബിയാത്തി അസ്റാരിഹി. ആ ഷറഹിന്റെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിവാക്കലിനെ തൊട്ട് അല്ലെങ്കിൽ വെളിവാക്കാൻ അന്വേഷിക്കലിനെ തൊട്ട് അവരുടെ മനക്കരുത്തുകൾ ഇരുന്നുപോയി. വതഖഅദത് അസായിമുഹും, അവരുടെ മനക്കരുത്തുകൾ ഇരുന്നുപോയി, സാധിക്കുന്നില്ല. അനിക്തിശാഫി ഖബിയാത്തി അസ്റാരിഹി, ആ ഇസ്ബാഹിലുള്ള ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. ഏതാണ് ആ രഹസ്യം? നേരത്തെ ഷാരി പറഞ്ഞല്ലോ, വിശ്വസിച്ച് ഏൽപ്പിച്ചതായി അത്ഭുതകരമായ പോയിന്റുകൾ. അതാണത്. രഹസ്യങ്ങളെ വെളിവാക്കലിനെ തൊട്ട് അല്ലെങ്കിൽ വെളിവാക്കൽ അന്വേഷിക്കലിനെ തൊട്ട് ഇരുന്നുപോയി. അതിനും അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ വ്യക്തമായ വായനകളും അവർക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ അതിലുള്ള രഹസ്യങ്ങൾ, ആഴമേറിയതായ വായനകൾ, ഒളിഞ്ഞിരിക്കുക എല്ലാവർക്കും മനസ്സിലാക്കാത്ത ചില ലത്തീഫായ വായനകൾ, അതും മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നർത്ഥം. ഇനി ഇവിടെ ലിമാ ഷാഹദു എന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അവിടെ ഇനി മാന എന്ത് ചെയ്യാം? മസ്തരിയുമാക്കാം. അപ്പൊ ലിമാ ഷാഹദു അവർ കണ്ടതിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആരെ കണ്ടു? മുഹസ്സിനീങ്ങളുടെ ഹിമ്മത്തുകൾ ചെറുതാകുന്നതായിട്ട് കണ്ടു. അപ്പൊ മിന്ന് സായിദയാക്കേണ്ടി വരും. ഇസ്ബാത്തിൽ സായിദ മിന്ന് സായിദയാവല് ജംഹൂറിനെതിരാണ്. കാരണം പിന്നെ മിന്നിനെ നഫീലാണ് സായിദയാക്കല്. വസീദ ഫീ നഫിഹിം വശിബിഹി ഫജർ നകീറതൻ കമാലിബാഹിൻ മിമ്മഫർ. അപ്പൊ ഈജാബിൽ സായിദയായിട്ട് വരൂലെന്നാ. അതുപോലെ തന്നെ മഅരിഫാക്ക് ചെറുതും ചെയ്യുകയില്ല സായിദയായും കൊണ്ട്. പക്ഷെ അഖ്ഫശിമാമിന്റെ അടുക്കൽ എന്താവാം? അത് ഇസ്ബാത്തിലും സായിദയായിട്ട് വരും, മഅരിഫാക്കൊക്കെ ചെറു ചെയ്യും. ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബികുന്ന, അത് നിങ്ങളെ ദോഷങ്ങളെ പുറത്തു തരാൻ വേണ്ടി. അവിടെ ഇസ്ബാത്തിൽ എന്തായി? സായിദയായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കൂഫക്കാരടുക്കലും ഇസ്ബാത്തിൽ സായിദയാവും. പക്ഷേ മജ്റൂർ നെക്കിറയാവല്ലെന്ന് ഷർത്തുണ്ട് എന്ന് മാത്രം. അഖ്ഫശിമാമിന്റെ അടുക്കൽ പിന്നെ ആ ഷർത്തില്ല. ഇസ്ബാത്തിലും സായിദയാവും, മഅരിഫാക്കും ചെറുതും ചെയ്യും എന്നാണ് ഭൂരിപക്ഷം ആളുകൾ. അതാണ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വസീദ ഫീ നഫീ വശിബിഹി ഫജർ നകീറതൻ കമാലിബാഹിൻ മിമ്മഫർ. നഫീൽ മിന്നനെ സായിദയാക്കപ്പെട്ടു. അപ്പൊ മസ്തരിയായ ലിമാന്നുള്ള മസ്തരിയാക്കുമ്പോൾ മിന്നനെ സായിദയാക്കേണ്ടി വരും. ഇനി അവിടെ ലമ്മാ ഷാഹദു എന്നും വായിക്കാം റഫായിട്ട്. അപ്പോ അവര് കണ്ടപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോ എന്നോട് ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ അവരെ മനസ്സിലാക്കി. സുമ്മറഅയ്തു, പിന്നെ ഞാൻ മനസ്സിലാക്കി, ഈ അൽ കസീർ മിനൽ ഫുദലാഇനെ, ഫുദലായിൽ നിന്നുള്ള കസീറിനെയും അതിക്കിയായിൽ നിന്നുള്ള ജമ്മുൽ ഗഫീറിനെയും എന്നോട് ചോദിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അല്ലെങ്കിൽ അവര് ഞാൻ കണ്ടു എന്നോട് ചോദിക്കുന്നതാ നിലയിൽ. ലമ്മാ ഷാഹദു, അവർ കണ്ടപ്പോൾ എന്നോട് ചോദിക്കുന്നതായിട്ട്. ലമ്മാ ഷാഹദു മിൻ അന്നൽ മുഹസ്സിലീന, മുഹസ്സിലീങ്ങളായ ആളുകൾ അവരുടെ ഹിമ്മത്തുകൾ ചെറുതായി പോയിട്ടുണ്ട്. അനിസ്തിത്ലായി തവാലി അൻവാരിഹി, ആ ശറഹിന്റെ പൂമട്ടുകളോട് തുല്യമായ മഅനകളെ, വ്യക്തമായ മഅനകളെ മനസ്സിലാക്കാനുള്ള അന്വേഷണത്തെ തൊട്ട് തന്നെ ചുരുങ്ങിപ്പോയി, അല്ലെങ്കിൽ മനസ്സിലാക്കലിനെ തൊട്ട് ചുരുങ്ങിപ്പോയി. വതഖഅദത് അസായിമുഹും, അവരുടെ മനക്കത്തുകൾ ഇരുന്നു പോയി. അനിക്തിശാഫി ഖബിയാത്തി അസ്റാരിഹി, ആ ശറഹിന്റെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ വെളിവാക്കലിനെ തൊട്ടും. യത്തറത്തിൽ അന്നൽ മുന്തഹിലീന
ഖദ് ഖല്ലബൂ അഹ്ദാകൽ അഹ്രി വൽ ഇന്തിഹാബ് വ അന്നൽ മുന്തഹിലീന. പിന്നെ മറ്റുള്ളവരുടെ കലാമിനെ പിടിച്ചുപറിക്കുന്ന ആളുകൾ, കൊള്ളയടിക്കുന്ന ആളുകൾ, എന്നിട്ട് തന്റേതാണെന്ന് വാദിക്കുക. മുന്തഹിൽ എന്ന് പറഞ്ഞാൽ അൽ നാഹിദുലി കലാമിൽ ഖൈരി, എന്നിട്ട് വയൻസിബുഹുലി നഫ്സിഹി തസ്രീഹൻ ഔ തൽവീഹൻ. ഖൈറിന്റെ കലാമിനെ പിടിച്ചെടുത്തിട്ട് തന്റേതാണെന്ന് വാദിക്കുന്ന ആളുകൾ. അന്നൽ മുന്തഹിലീന, റാഞ്ചിയെടുക്കുന്നവർ, അതുപോലെ തന്നെ ഒറ്റിയെടുക്കുന്നവര്, ഖദ് ഖല്ലബു അഹ്ദാകൽ അഹ്രി വൽ ഇന്തിഹാബി, കൊള്ളയടിയുടെയും പിടിച്ചുപറിയുടെയും കൺതൻ കൃഷ്ണമണികളെ അവർ മാറ്റിമറിച്ചിട്ടുണ്ട്. അവിടെ എന്താ ഇപ്പൊ പറഞ്ഞത്? അവിടെ അഹദിന്റെ കൃഷ്ണമണി, അഹദിന് കൃഷ്ണമണി ഉണ്ടാകൂലെന്ന് ഉറപ്പല്ല ഇന്തിഹാബിന്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തു? അഹ്ദ് ഇന്തിഹാബിനെ ഒരു ലാലിമായ ശഖ്സിനോട് തശ്ബീഹാക്കി. അഹ്ദ് ഇന്തിഹാബിനെ, ഈ കൊള്ള അടിയെയും അഹ്ദിനെയും ഒരു ലാലിമായ ശഖ്സിനോട് എന്താക്കി? തശ്ബീഹാക്കിയിട്ട് ആ മുശബ്ബഹിനെ തന്നെ പറഞ്ഞു. എന്നിട്ട് കാരണം എന്താണ്? കുബ്ഹന്ന ജാമിയാണ് രണ്ടിലുള്ളത്. എന്നിട്ട് അപ്പൊ ഇസ്തിആറത്ത് ബിൽക്കിനായത്തായല്ലോ. അഹിദാക്കിനെ സുബൂത്താക്കിയത് തഹീലും, ഈ തക്ലീബ് എന്നുള്ളത് തെർശീഹും. കാരണം കണ്ണിനെ മറിക്കല് അത് ഈ ശഖ്സിന്റെ ലാസിമിൽപ്പെട്ട മുലായിമയിൽപ്പെട്ടതാണല്ലോ. അപ്പോ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ എന്താണ്? ഇന്തിഹാബ്, കൊല്ലാടിയെ പിടിച്ചുപറിയോട് തശ്ബീഹാക്കുക. പിടിച്ചുപറിയിൽപ്പെട്ടതാണെന്ത്? എന്നിട്ട് മുശബ്ബഹിനെ ഇസ്തിആറത്ത് ബിൽക്കിനായ തന്നെ ഇന്തിഹാബിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണെന്ത്? തക്ലീബ്, കണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കല്. അപ്പോൾ ഇതിൽ നിന്ന് തന്റെ ഇസ്ബാഹ് എന്ന ശറഹിൽ നിന്ന് കട്ടെടുക്കാൻ, അതിൽ നിന്ന് കൊള്ളയടിക്കാൻ പലരും ആലോചിച്ചും കൊണ്ടിരിക്കുന്നു ആ നിലയിൽ. എന്നിട്ട് അത് അവരുടേതാണെന്ന് വാദിക്കാനും. അതുകൊണ്ടും എന്താണ് അവര് ഇതിനെ ചുരുക്കാൻ ആവശ്യപ്പെട്ടത്? വമദ്ദു അഅ്നാകൽ മസ്ഹി അലാ ദാലിക്കൽ കിതാബ്, കോലം മറിക്കലിന്റെ പെരടികളെ അവർ നീട്ടി. കോലം മറിക്കലിന്റെ പെരടികൾ, അതായത് ഇസ്ബാഹ് എന്ന ശറഹിനെ എന്താണ്? കോലം മറിക്കാം. അപ്പൊ അഹ്ദ് ഇന്തിഹാബിനെ എന്തിനോട് തശ്ബീഹാക്കി? ഒരു മസ്ഹിനോട് തശ്ബീഹാക്കി. മസ്ഹ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് അതിനേക്കാൾ അക്ബഹായ രൂപത്തിലാക്കി തീർക്കുക, അതിനാണ് മസ്ഹ് എന്ന് പറയുന്നത്. കൂനൂ ഖിറദത്തൻ ഖാസിഈൻ എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഇവിടെ ഈ അഹ്ദ് ഇന്തിഹാബിനെ മസ്ഹിനോട് തശ്ബീഹാക്കിയിട്ട് മസ്ഹിനെ ഇവിടെ പറഞ്ഞു, മുശബ്ബഹ് ബിഹിയെ പറഞ്ഞു. അത് ഇസ്തിആറത്ത് മുസറഹ കരീനത്താണ്. മസ്ഹിന് എന്തുണ്ടാവൂല? പെരടിയും നീട്ടുള്ളതും ഉണ്ടാവൂലല്ലോ. എന്നിട്ട് ആ അഹദിന്റെ മാനാക്കുള്ള മസ്ഹിനെ ഒരു ഇൻസാനിനോട് തശ്ബീഹാക്കി. അപ്പൊ മുശബ്ബഹ് ബിഹിയെ പറഞ്ഞില്ല, മുശബ്ബഹിനെ പറഞ്ഞു. മുശബ്ബഹ് ഏതാ? മസ്ഹിനെ. അത് ഇസ്തിആറത്ത് ബിൽക്കിനായത്ത്. എന്നിട്ട് അയിനാക്കിനെ സാബിത്താക്കി, അത് തഹ്യീല്. അപ്പൊ ഇസ്തിആറത്ത് മുസറഹത്തും ഇസ്തിആറത്ത് ബിൽക്കിനായത്തും ഇസ്തിആറത്ത് തഹ്യീലും മൂന്നും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു കലിമത്താണത്. വമദ്ദു അഅ്നാകൽ മസ്ഹി, കോലം മറിക്കലിന്റെ പെരടികളെ അവർ നീട്ടിയിരിക്കുന്നു. അലാ ദാലിക്കൽ കിതാബി, ആ കിതാബിലേക്ക്. ഇവിടെ അല ഇലന്റെ മായനയാണ്. പിന്നെ അല അപ്പൊ ഇലാ ദാലിക്കൽ കിതാബി എന്ന് പറഞ്ഞാൽ പോരെ?
അത് പറയാനുള്ള കാരണം ഇന്നമാ അബ്റബി അലാ ദൂന ഇല ലി ലത്തീഫത്തി, ഒരു ലത്തീഫായ ഒരു കാര്യം അവിടെ ഉണ്ട്. എന്താണ്? ഈ അലക്ക് ഒരു ഫെയിലിന്റെ സ്വഭാവമുണ്ട്. അല എന്ന് ജറിന്റെ അർഫാണ്, അത് ഫെയിലായിട്ടും വരും. അപ്പൊ ഫെയിലായിട്ടും വരുമ്പോ എന്താണ്? ആ കിതാബിലേക്ക് അലാദാലിക്കൽ കിതാബി, കോലം മറിക്കലിന്റെ പെരടികൾ അവരെ നീട്ടിയപ്പോഴത്തേക്കും അലാദാലിക്കൽ കിതാബി, ആ കിതാബിലേക്ക് നീട്ടിയപ്പോഴത്തേക്ക് അതാണ് പൊന്തിപ്പോയി, ഉയർന്നുപോയി. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് അത് പിടിക്കാൻ കഴിഞ്ഞില്ല. അലക്ക് ഒരു ഇർത്തഫ എന്ന മാനന്റെ ഫീലാകുമ്പോൾ, അപ്പൊ ഫീലിന്റെ വാസനയുള്ള ഒരു ഹർഫാണ് ഏത്? അല എന്ന് പറഞ്ഞത്. അല ഫീലായിട്ടും ഒരു അലായു, അതാണ് അലയെ ഉപയോഗിക്കാനുള്ള കാരണം. ഇനി അവിടെ ഇങ്ങനെയും വെക്കാം, മദ്ദു അഅ്നാക്കൽ മസഹി, കോലം മറിക്കലിന്റെ പെരടികളെ അവർ നീട്ടി, അതവിടെ കഴിഞ്ഞു. എത്രത്തിൽ അലാദാലിക്കൽ കിതാബ്, ആ കിതാബ് ഉയർന്നു പോവുകയും ചെയ്തു. അത് അലക്കി അവിടുന്ന് കലാമിനെ തുടങ്ങാം, അങ്ങനെയും വെക്കാം. അപ്പോ അങ്ങനെയാണ് അവസ്ഥ. ഇസ്ബാഹിൽ നിന്ന് പലരും, പല ശാരിഹ്യങ്ങളും ഈ ഇതിലുള്ള ഈ അത്ഭുതകരമായ മായനകളെ, മസ്അലകളെ റാഞ്ചിയെടുക്കാനും കൊള്ളയടിക്കാനും കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് അവസ്ഥ. ഇതിലുള്ള മായനകളോ മുഹസ്സലീങ്ങൾക്ക് അതിനെ ഇദ്റാക്ക് ചെയ്യാൻ, മനസ്സിലാക്കാൻ അസാധ്യവുമാണ്. അതുകൊണ്ടാണ് ഈ കിതാബിനെ, ഇസ്ബാഹിനെ ഒന്ന് ചുരുക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടത്. ഞാനാണെങ്കിൽ വകുന്തു അദ്രിബു അൻ ഹാദൽ ഖത്ബി സഫഹാ, വകുന്തു ഞാനായിരുന്നു, അദ്രിബു എന്റെ ശരീരത്തെ ഞാൻ പിടിച്ചു നിർത്തി, അൻ ഹാദൽ ഖത്ബി ഈ ഇസ്ബാഹിനെ അഥവാ മുത്തവ്വലിനെ ഒരു ചുരുക്കുക എന്ന പ്രശ്നത്തിൽ നിന്നും എന്റെ ശരീരത്തിനെ ഞാൻ പിടിച്ചു നിർത്തി. സഫ്ഹൻ ഒരു പിടിച്ചു നിർത്തൽ, ഒരു സ്തംഭിപ്പിക്കൽ. അല്ലെങ്കിൽ വകുന്തു അദ്രിബു ഞാൻ തിരിഞ്ഞു കളയുന്നവനായി, അൻഹാദൽ ഖത്ബി ഇഖ്തിസാർ എന്ന ഈ വലിയ പ്രശ്നം. കാരണം മുത്തവ്വലിനെ എന്താക്കലാണ്? ഒന്ന് ചുരുക്കുകയാണ്. അതൊരു ചെറിയ പ്രശ്നമല്ല. ആ പ്രശ്നത്തിൽ നിന്ന് ഞാൻ തിരിഞ്ഞു കളഞ്ഞു. സഫ്ഹൻ ഒരു തിരിഞ്ഞു കളയൽ. ഈ വലിയ പ്രശ്നത്തിൽ നിന്ന്, ഇഖ്തിസാർ എന്ന വിഷയത്തിൽ നിന്ന് ഞാൻ പിടിച്ചു നിർത്തി എന്റെ ശരീരത്തിലെ. സഫ്വൻ ഒരു പിടിച്ചു നിർത്തൽ, അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു കളയുന്നവനായിരുന്നു. അവരുടെ ഉദ്ദേശത്തിന്റെ മുന്നിൽ, അവരുടെ ഉദ്ദേശം എന്താണ്? ഈ കിതാബിൽ നിന്ന് ചുരുക്കി കിട്ടലാണ്. കാരണം എല്ലാവർക്കും അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിലുള്ള വിഷയങ്ങളോ മറ്റുള്ളവർ കൊള്ളയടിക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ആ അവസ്ഥയിൽ അവർ എന്നോട് ആവശ്യപ്പെട്ട കാര്യം ചെറിയ പ്രശ്നമല്ല. അവരുടെ ഉദ്ദേശത്തിന്റെ മുന്നിൽ അടുക്കൽ എന്റെ ഊരയെ ഞാൻ ചുരുട്ടിവെച്ചു. അതുകൊണ്ട് എനിക്ക് അതിന് സാധ്യമല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു നോക്കി. കാരണം എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? ഇൽമം മിന്നി, ഞാൻ അറിഞ്ഞതിന് വേണ്ടി, ബി അന്ന മുസ്തഹ്സന തിബാഇ ബി അസിരിഹാ, എല്ലാവരും നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നൊരു കാര്യം, എല്ലാ പ്രകൃതികളും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുന്നൊരു കാര്യം, ബി അസിരിഹ ആ തിബാഉ മുഴുവനും, വമഖ്ബൂലൽ അസ്മാഇ അൻ ആഖിരിഹാ എല്ലാ കേൾവികളും സ്വീകരിക്കപ്പെടുന്നൊരു കാര്യവും, അൻ ആഖിരിഹ ആ കേൾവികൾ, അതായത് ഉള്ള ആളുകൾ, എല്ലാ കേൾക്കുന്നവരും അവർ മുഴുവനും, അൻ ആഖിരിഹ അവർ എല്ലാവരും സ്വീകരിക്കപ്പെടുന്നൊരു കാര്യവും കൊണ്ടുവരാ എന്നുള്ളത് അമ്രുൻ അതൊരു പ്രശ്നമാണ്. ലാ തസഉഹു മഖ്ദുറത്തുൽ ബശരി
അത് മനുഷ്യ കഴിവിന് സാധ്യമല്ലാത്തതാണ്. വഇന്നമാഹു വശഅ്നു ഖാലിഖിൽ ഖുവാ വൽ ഖുദർ. അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാ എന്നുള്ളത് കുവ്വത്തുകളുടെയും കുദറത്തുകളുടെയും നാഥനായ അല്ലാഹുവിന്റെ ശൈനാണ്. അത് മനുഷ്യ ശൈനിൽ പെട്ടതല്ല. അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു നോക്കി. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ അവർ ആവശ്യപ്പെട്ടതിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം. അഥവാ ഇനി ഇഖ്തിസാർ ചെയ്തൊരു ശറഹ് കൊണ്ടുവന്നാലും അത് എല്ലാവരും തൃപ്തിപ്പെട്ടോളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് ഈ സബക്ക് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.